സ്വശരീരത്തിലേക്ക് ആലോചിക്ക്. എങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാം. നമുക്ക് കണ്ണാകുന്ന ഈ കൃഷ്ണമണികളെ സംവിധാനിച്ചു അള്ളാഹു. അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച ക്യാമറകൾ എന്റെയും നിങ്ങളുടെയും മൊബൈൽ ഫോണുകളിൽ ഏറിയാൽ ഐഫോൺ ഫോണുകൾ എടുത്താൽ, ആൻഡ്രോയിഡ് ഫോണുകൾ എടുത്താൽ മാക്സിമം പറയാ 50 മെഗാ പിക്സൽ പവർ മാത്രമേ ഉണ്ടാവൂ നമ്മുടെ ക്യാമറകൾക്ക്. എന്നാൽ അള്ളാഹു നമ്മൾക്ക് തന്ന ക്യാമറകൾ 2 കണ്ണുകളിലുമായി അള്ളാഹു സംവിധാനിച്ചത് 576 മെഗാ പിക്സൽ പവറുള്ള ക്യാമറകളാണ്. മോനെ നിന്റെ കണ്ണുകൾക്ക് അള്ളാഹു തന്നത് എത്ര? 574 574 എന്നൊക്കെ പറയും. ഇത്രയും പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കണ്ണുകൾക്ക് തന്ന് ആ കണ്ണുകളെ അവൻ ഇഷ്ടമില്ലാത്തടത്ത് മണിക്കൂറുകളോളം സീരിയൽ കാണാനും പുലിമുരുകൻ കാണാനും ഉപയോഗപ്പെടുത്തിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് റീബാക്ക് ചെയ്യുന്നില്ല. ഇഷ്ടമില്ലാത്ത ഒരാൾ താൻ കൊടുത്ത ആ ഒരു വസ്തുക്കളെ അവൻ ഇഷ്ടമില്ലാത്തടത്ത് ഉപയോഗിക്കുമ്പോൾ നിലനിർത്താൻ അവസരം കൊടുക്കുമോ? ആലോചിക്ക്. ഒരു ബംഗാളിയെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു എന്നിരിക്കുക ജോലിക്ക്. ഒരു തൊഴിലാളിയെ വിളിച്ചു, അയാൾ ഫോൺ കോൾ ഒരു 2-3 ഫോൺ ഒന്നിച്ചു വന്നു, അല്ലെങ്കിൽ അയാൾ പുകവലിക്കുകയോ മറ്റോ ചെയ്തു. അയാൾ റെസ്റ്റ് എടുക്കുന്നത് കൂടുതലായി കണ്ടാൽ വെറും 650 സാലറിയുടെ മുതലാളിയായ വീട്ടുകാരൻ നാളെ വരണ്ടെന്ന് പറയും. 576 മെഗാ പിക്സൽ പവറുള്ള ക്യാമറ കണ്ണുകൾ കൊടുത്തു. അതുപയോഗിച്ച് മണിക്കൂറുകളോളം അവൻ ഇഷ്ടമില്ലാത്തത് സ്ക്രീനുകളിലൂടെ യൂട്യൂബുകളിലൂടെ ലൈവായി കണ്ടുപോയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണുകളിലെ ക്യാമറയിലെ പവർ അല്ലാഹു കുറക്കുന്നില്ല. അതല്ലാഹു അടിച്ചു കളയുന്നുമില്ല. അല്ലാഹു നൽകിയ ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ സപ്പർ കഴിച്ചിട്ട് കൊട്ടാര സമാനമായ അവന്റെ പളവളപ്പാർന്ന വാപ്പയുടെ ഗൾഫിന്റെ പത്രാസിൽ നിർമ്മിച്ച വീടിന്റെ അകത്ത് ബെഡ്റൂമിലേക്ക് ഡ്യൂറോഫ്ലെക്സ് കട്ടിലിന്റെ മുകളിലേക്ക് ചാടിക്കയറിയിരുന്ന് തന്റെ കയ്യിലിരിക്കുന്ന ടാബുകളോ ഐപാഡുകളോ മൊബൈലുകളോ ഉപയോഗിച്ച് നെറ്റുകളിലൂടെ യൂട്യൂബുകളിലൂടെ ആവേശകഞ്ചുകനായി അന്യ സ്ത്രീ സഹോദരങ്ങളുടെ കാമലീലകൾ കണ്ട് കിടന്നുറങ്ങിയാലും അല്ലാഹു അവന്റെ ക്യാമറ കണ്ണുകളുടെ പവർ പിൻവലിക്കുന്നില്ല. എത്ര ഇഷ്ടമാ അല്ലാഹു നമ്മളോട്, എത്ര ഇഷ്ടണ്ടായിട്ടാണ് നിലനിർത്തുന്നത്. ഈ ക്യാമറകൾക്ക് പ്രയാസം വരാതിരിക്കാനും സ്ക്രാച്ച് വരാതിരിക്കാനും വേണ്ടിയാണ് കൺപോള എന്ന് പറയുന്ന വൈപ്പറുകളെ അല്ലാഹു നിയോഗിച്ചത്. കൺപോള വൈപ്പർ ജോലിയാണ്. ശാരീരിക നിയമപ്രകാരം 11 തവണ ഈ കൺപോളകൾ അടച്ചു തുറക്കണമെന്ന നിയമം. 11 തവണ. ഈ കൺപോളകൾ അടച്ചു തുറന്നില്ല എങ്കിൽ ബാഹ്യമായ ശക്തികൾ വന്ന് ലെൻസിന് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. പൊടിപടലങ്ങൾ കടന്നുകൂടിയിട്ട് പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാണ് അല്ലാഹു 11 തവണ നിയമമാക്കിയത്. ഈ കൺപോളകൾ അല്ലാഹു സംവിധാനിച്ചു തന്നതും. മഴയില്ലാത്ത സീസണുകളിൽ വെറുതെ വൈപ്പറുകൾ ചലിപ്പിച്ചാൽ കുട്ടികളെ ഉപ്പമാർ ചീത്ത പറയാറുണ്ട്. എന്താണ്? പൊടിപടലങ്ങൾ കിടക്കുന്ന ഗ്ലാസിന് മുകളിലൂടെ വെറുതെ ആ വൈപ്പർ ചലിപ്പിച്ചാലും ക്ലാസുകളിൽ വരവെയ്യുമെന്നത് തന്നെ. വാഹനത്തിന്റെ ഗ്ലാസുകളിൽ വരവെയ്യുമെന്നതിനാൽ ഉപ്പമാര് കുട്ടികളെ ശകാരിക്കാറുണ്ട്. ഓർക്കണേ, ആലോചിക്കണേ. എന്നാൽ നമ്മുടെ ലെൻസിന് മുകളിലും 11 തവണ വെറുതെ കൺപോളകൾ ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിൽ സ്ക്രാച്ച് വീഴും, മറ്റു അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു കണ്ണുനീരെന്ന് പറയുന്ന ജലം സംവിധാനിച്ചു. 30 കൊല്ലത്തിനിടക്ക് പൊന്നുമോനെ തോളത്ത് കൈവച്ച് ചോദിച്ചോട്ടെ വാഫി, ആരാണ് കണ്ണുനീരുകളെ റീഫില്ല് ചെയ്തത്? ആരാ റീഫില്ല് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടമില്ലാത്തത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ടീനേജുകാരനെ കാണാനേ സാധ്യമല്ല. ടീനേജുകാരൻ അസ്തമിച്ചു പോയി. ഇന്ന് പകരം സ്ക്രീനേജുകാരൻ. എപ്പോഴും ഇതാ പരിപാടി. അങ്ങനെ നോക്കാം. സ്ക്രീനേജുകാരാ, നിന്റെ കണ്ണുകളിൽ ഒരു ഉപദ്രവം വരാതിരിക്കാൻ കണ്ണുനീര് തന്ന അല്ലാഹു
ആലോചിക്കുക. കണ്ണുനീർ അല്ലാഹു പിൻവലിച്ചു കഴിഞ്ഞാൽ വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ ഞാനും നീയുമൊക്കെ ഒരു ബൗളിൽ അല്പം വെള്ളവും ഒരു തൂവലും എടുത്തു വരേണ്ടിയില്ലായിരുന്നു, ഇടക്കിടക്ക് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്ര ഇഷ്ടമാ അല്ലാഹു നമ്മളോട് കാണിക്കുന്നത് സ്നേഹമല്ലേ പ്രപഞ്ചനാഥൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചെവിയിലേക്ക് ആലോചിച്ചാലും അതല്ലേ സാഹചര്യം. ചെവിക്കുട എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ശ്രവിച്ചു. ആ അകത്ത് കിടക്കുന്ന ചിപ്പില്ലേ, ആ കർണപുടമെന്ന് പറയുന്ന ആ ചിപ്പിനകത്തോട് എല്ലാ ശബ്ദവീജികളെയും മെസ്സേജുകളായി മാറ്റിയിട്ട് ആവശ്യമായ അളവിൽ എല്ലാം മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചിപ്പിന് എല്ലാ ശബ്ദവും കേൾക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല, പവർ കൊടുത്തിട്ടില്ല. 20 ഡെസിബൽ യൂണിറ്റ് വോളിയത്തിന് താഴെയുള്ളത് കേൾക്കാനേ സാധ്യമല്ല. മോനെ മോളെ നിന്റെ ഈ ചെവികൾക്ക് അതിന് താഴെയുള്ള വോളിയം കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ആളുകൾക്ക് ഉറങ്ങാനും സാധ്യമല്ല. എന്നാൽ 100 120-ലധികമോ ഉയർന്ന വോളിയം കേട്ടാൽ ഒരാൾക്ക് ഉറങ്ങാൻ സാധ്യമല്ല എന്നല്ല, ആള് തന്നെ മൈൻഡ് ഔട്ടാകും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും. എത്ര നല്ല ഓപ്പറേഷനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. 20 ഡെസിബലിന് താഴെയുള്ളതും കേൾക്കാൻ സാധ്യമല്ല, 120ന്റെ മുകളിൽ എന്ന് പറയുന്നു, മുകളിലുള്ളതും കേൾക്കാൻ സാധ്യമല്ല. 120 ഡെസിബൽ യൂണിറ്റിന് മുകളിലുള്ള വോളിയം കേട്ട് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുക, ആള് മൈൻഡ് ഔട്ടാകും. കോൺഷ്യസ് ലെവലിൽ നിന്ന് ആള് ഈ കോൺഷ്യസ് ലെവൽ അതിൽ നിന്ന് മാറിപ്പോകും. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിച്ചില്ലേ? കോൺഷ്യസ് ലെവലിൽ നിന്ന് മാറി അതിലധികം ആളുകൾ മരണപ്പെട്ടു പോയി. 120 ഡെസിബൽ യൂണിറ്റിന് മുകളിലുള്ള ശബ്ദം കേട്ടതുകൊണ്ട്. എവിടെ തെളിവ്? എടുക്ക് സൂറത്ത് യാസീൻ, ഖൽബുൽ ഖുർആൻ. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ആയത്തുകൾ 3 തവണയാണ് ഇത് ഓർമ്മപ്പെടുത്തിയത്. സ്വൈഹതൻ വാഹിദ, ഒറ്റ പൊട്ടിക്കലാണ്. ഒരുപാട് സമുദായത്തെ അല്ലാഹു തആല നശിപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 120 ഡെസിബൽ യൂണിറ്റിന് മുകളിലുള്ള ഒരൊറ്റ തണ്ടറിങ്, ഒരൊറ്റ പൊട്ടിക്കലാണ്. ഇടിവെട്ടി ആളുകൾ ഫിദിയാരിഹിം ജാസിമീന മരണപ്പെട്ടുപോയി. അത്രേ ഉള്ളൂ. നമ്മൾ ഈ കർണപുടങ്ങൾക്ക് അത്ര വോളിയമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. അല്ലാഹു പവർ നൽകിയിട്ടുള്ളൂ. ആലോചിക്കണേ, മനോഹരമായി ഓപ്പറേറ്റ് ചെയ്തു വെച്ച കർണപുടങ്ങളോട് അടുപ്പിച്ചു വെച്ച ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അവനിഷ്ടമില്ലാത്ത പോപ്പ് ഗാനങ്ങളും അവനിഷ്ടമില്ലാത്ത കേൾക്കാൻ ആരും കൊതിക്കാത്ത അറപ്പുള്ള പാട്ടുകളും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ച പാട്ടുകളെ കേട്ട് വാഹനത്തിലും മറ്റും യാത്ര ചെയ്യുന്ന പൊന്നുമോനെ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെയും നിനക്ക് ആ കേൾവി ശക്തിയെ നിലനിർത്തി തരുന്നത്. ബോധ്യമായോ നിങ്ങൾക്ക്? എങ്കിൽ ഉറക്കെ പറഞ്ഞേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർക്കുമോനെ, നിന്റെ നാവ്, വായിൽ കിടക്കുന്ന നാവ്, പല്ലുകൊണ്ട് താടിയെല്ലുകളെ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട നാവിന്റെ അവസ്ഥ എന്താണ്? ആ നാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സലൈവ എന്ന് പറയുന്ന ഉമനീരുകളെ കൊണ്ട് കുതിർത്ത് വെച്ചില്ലായിരുന്നുവെങ്കിൽ, നനച്ചു വെച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും സംസാരിക്കാനേ സാധ്യമാവില്ലായിരുന്നു. കവുങ്ങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ അല്ലേ? അതിന്റെ പട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടില് അറിയാം. അതങ്ങനെ തന്നെയാണോ? അൽഹംദുലില്ലാ. ആ ഒരു വസ്തു താഴെ വീണാൽ വയലിൽ അല്ലെങ്കിൽ പാടവരമ്പുകളിൽ വീണ് കിടക്കുമ്പോൾ ഉമ്മമാർ, പ്രായം ചെന്നവരൊക്കെ, ഇന്നത്തെ ജനറേഷൻ അത് അറിയില്ല, എടുത്തു കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ ചീന്താക്കിയിട്ട് അതിനെ റോപ്പാക്കി മാറ്റും, വിറകൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ?
എന്നാൽ അതേ കവുങ്ങിന്റെ പട്ടകൾ ഓർക്കണേ, അതേ വസ്തു തന്നെ 1-2 ദിവസം സൂര്യന്റെ താപമങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് റോപ്പാക്കാൻ സാധ്യമല്ല. കയറിന്റെ ഒരു ഫംഗ്ഷൻ അതിന് നിർവഹിക്കാൻ സാധ്യമല്ല, അത് പൊട്ടിപ്പോവുക തന്നെ ചെയ്യും. ഓർക്കണേ, അതുപോലെയാണ് നമ്മുടെ നാവുകളിൽ സലൈവ എന്ന് പറയുന്ന ഉമിനീരെന്ന് പറയുന്ന ആ ജലം വറ്റിപ്പോയാൽ ഒരു വാക്ക് പറയുമ്പോഴേക്ക് നാവ് ഏത് മഖ്റജിലാണോ, ഏത് അക്ഷരമാണോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ ഉപയോഗിച്ചത് നാവിനെ, ആ ഭാഗത്തേക്ക് വളച്ച് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെക്കുമ്പോ ആ വളഞ്ഞ ഭാഗം മുറിവരുമെന്നാണ് വൈദ്യശാസ്ത്രം. ഏതെങ്കിലും ഒരു ലെക്ചർ പറയാൻ നാവ് ഏത് മഖ്റജിലാണോ കൊണ്ടുപോയി വെച്ചത്, അതിനെങ്ങനെയാണോ നാവ് വളച്ചത്, സലൈവ ഇല്ലെങ്കിൽ ഡ്രൈ ആയി പോയാൽ നാവ് അവിടെ മുറിവരുമെന്നാണ്. ആരാണ് മോനെ നിനക്ക് സലൈവ നിലനിർത്തി തരുന്നത്? മെഡിക്കൽ കോളേജുകളിൽ, ആതുരാലയങ്ങളിൽ ഒരുപാട് കേസുകൾ സലൈവ ഡ്രൈ ആയി പോയതിനെ കുറിച്ച് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ നാവ് ഉപയോഗിച്ച് ഈബത്ത് പറഞ്ഞാലും, ആ നാവ് ഉപയോഗിച്ച് നമീമത്ത് പറഞ്ഞാലും, ഖദ്ഫ് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സലൈവ പിൻവലിക്കുന്നേയില്ല. എന്തുകൊണ്ട്? അത്രക്കിഷ്ടമാ അല്ലാഹ്ക്ക് നമ്മളോട്, അത്രക്കിഷ്ടമാണ്. ഓർക്കണേ, നമ്മുടെ തലച്ചോറെന്ന് പറയുന്ന മസ്തിഷ്കം, ആ മസ്തിഷ്കത്തിനകത്ത് ഒരുപാട് ലെയറുകളുണ്ട്, ഒരുപാട് അറകളുണ്ട്. ആ ലെയറുകളിൽ എത്ര കപ്പാസിറ്റിയാണ് ഓരോ വസ്തുക്കളെയും ശേഖരിച്ചു വെക്കാൻ അള്ളാഹു തന്നത് എന്നറിയോ? 10 GB അല്ല, 100 GB അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്ന പുസ്തകത്തെ 5 സ്റ്റോർ ചെയ്യാൻ ഒരു ലെയറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും GB അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്തിഷ്കത്തിലെ ഒരു ലെയറിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കണേ, ആ മസ്തിഷ്കം ഉപയോഗിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് ചിന്തകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാലും അല്ലാഹു അവന്റെ മൈൻഡിനെ നഷ്ടപ്പെടുത്തുന്നില്ല. അവിടുത്തെ ലെയറുകളിലെ മെസ്സേജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുന്നുമില്ല. എത്ര ഇഷ്ടമാ അല്ലാഹ്ക്ക് നമ്മളോട്. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അത്. ഇഷ്ടമില്ലാത്ത ഒരാള് അവൻ എതിര് ചെയ്താൽ സ്വാഭാവികമായിട്ടും മനുഷ്യ പ്രകൃതി പിൻവലിക്കുക എന്നതാണ്. ആലോചിക്കുക, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത് അവൻ നമ്മളെ പ്രിയം വെച്ചത് കൊണ്ടാണ്, സ്നേഹിച്ചത് കൊണ്ടാണ്. അല്ലാഹു എന്നും ഖഹാറായി നിലകൊണ്ടാൽ ഇതൊന്നും നമുക്ക് ലഭ്യമാകില്ലല്ലോ. അവന്റെ പൊരുത്തത്തിലല്ലാതെ ജീവിക്കുന്നവർക്കും, അവന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നവർക്കും തദൈവ ഈ ഭൂമിയിൽ അല്ലാഹു റഹ്മാനിയത്താണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണം. ആലോചിക്കണേ, അല്ലാഹു നമ്മളെ പ്രണയിക്കുന്നേ ഉള്ളൂ. പ്രണയം മാത്രം. അവന്റെ മഖ്ലൂക്കിനോട് അത്രക്ക് ഇഷ്ടമാണ് അല്ലാഹ്ക്ക്, അവന്റെ സൃഷ്ടികളോട് അത്രക്ക് ഇഷ്ടമാണ് അല്ലാഹ്ക്ക്. ആലോചിക്കണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലം യറൗ ഇലത്ത്വയ്ർ മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കുന്നില്ലേ വിമാനങ്ങളിലേക്ക്? മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ, ആകാശമണ്ഡലങ്ങളിലൂടെ, സ്പേസിലൂടെ പറന്നു പോകുന്ന 12-13 കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വേഗത്തിൽ പറന്നു പോകുന്ന വിമാനത്തെ കാണുന്നില്ലേ നിങ്ങളൊക്കെ? മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ. ആരാണ് വായുമണ്ഡലത്തിൽ അതിനെ താങ്ങി നിർത്തിയത്? മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. സൂറത്ത് നഹ്ൽ പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്, കണ്ണൂർ എയർപോർട്ടിൽ നിന്ന്, മംഗലാപുരം എയർപോർട്ടുകളിൽ നിന്ന്, ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ നിന്ന് റൺവേയിലൂടെ കുതിച്ചു പാഞ്ഞ് പൊങ്ങി പറന്നു പോയാൽ
അറ്റ്ലാന്റിക് ഓഷ്യന് മുകളിലൂടെ, ബംഗാൾ വേക്ക് മുകളിലൂടെ, അറബിക്കടലിന് മുകളിലൂടെ കടന്നുപോയിട്ട് 2000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന GCC നാടുകളിലേക്ക്, മറ്റ് കോണ്ടിനെന്റുകളിലേക്ക് പറന്നു പോകുന്ന 230-ലധികം 400-ലധികം ജെറ്റ് എയർവേസുകളിൽ യാത്രക്കാരുണ്ടാവാ. അതിനേക്കാൾ വെയിറ്റുള്ള ചക്കയും അലുവയും കൊണ്ടുപോകുന്ന നമ്മുടെ യാത്രക്കാരെ താങ്ങി നിർത്തുന്നത് വായുമണ്ഡലത്തിലാരാ? അല്ലാഹ്. ആ വിമാനത്തിനകത്തിരുന്ന് ഹെയറോസ്റ്റസ്മാരെ സ്നേഹിക്കാനും തോണ്ടാനും അവരോട് സംസാരിക്കാനും മറ്റവന് പൊരുത്തമില്ലാത്തത് എല്ലാം ചെയ്യാനും ശ്രമിക്കുന്ന എത്രയോ യാത്രികരുണ്ടാകും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രക്കാരെയൊന്നും താഴെയിടാതെ തകർത്ത് കളയാതെ കൊണ്ടുപോകുന്നത് തന്റെ സൃഷ്ടികളോട് അല്ലാഹു കാണിക്കുന്ന പ്രണയത്തിന്റെ ഭാഗമല്ലാതെ മറ്റെന്താണ്? ബോധ്യമായോ നിങ്ങൾക്ക്? ആഴ്ചയിലോ 2 ആഴ്ചയിലോ ഒക്കെ ഗൾഫിൽ പോയി വരുന്നവർ, ബിസിനസ് ഉള്ളവർ, ഖത്തറിൽ ദുബായിൽ ബിസിനസ് ഉള്ളവർ, നമ്മുടെ നാടുകളിലെ എത്ര തവണയാണ് വർഷത്തിൽ നമ്മളൊക്കെ പോയി വരുന്നത്? 4 5 തവണ, അല്ലെങ്കിൽ വർഷത്തിൽ 1 2 തവണ. എത്ര പേരാണ് ഹജ്ജിനും ഉംറക്കും യാത്രയാകുന്നത്? മേഘമാകുന്ന പാളികൾക്ക് മുകളിലൂടെ ഇടിച്ചിടിച്ച് ഉന്നിലൂടെ കടന്നു പോകുന്ന 12-13 കിലോമീറ്ററുകൾക്കപ്പുറത്തൂടെ വായുമണ്ഡലത്തിലൂടെ കുതിച്ചു വാഴുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ സഞ്ചരിക്കുന്ന വിമാനത്തെ അതിനകത്തിരുന്നവൻ ഇഷ്ടമില്ലാത്തത് സീറ്റിന്റെ പിന്നിൽ കിടക്കുന്ന ടച്ച് സ്ക്രീനുകളിലൂടെ സിനിമയും മറ്റും കണ്ടുകൊണ്ടിരുന്ന് യാത്രക്കാരുണ്ടായിട്ട് പോലും തകർത്ത് കളയാതെ അക്കരെ എത്തിക്കുന്ന അല്ലാഹ് എത്ര ഇഷ്ടമാ നമ്മളോട് കാണിക്കുന്നത്. പ്രിയപ്പെട്ട പ്രവാസികളെ, ഇവിടെ ഇരിക്കുന്ന ശബ്ദം കേൾക്കുന്നവരെ ആലോചിക്കുക, അടുത്ത യാത്രയിൽ നമ്മൾ എവിടെയാണെന്ന് ആലോചിക്കണേ. വാഫി പറഞ്ഞ സംഭവങ്ങളൊക്കെ എവിടെയാ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അലം യറൗ ഇലത്വയ്ർ മുസഖറാത്തിൻ ഫീ ജവ്വിസ്സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ വേറെ ആരാ താങ്ങി നിർത്തുന്നത്? വേറെ ആരാ താങ്ങി നിർത്തുന്നത്? ആ സ്നേഹം എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ആ പ്രണയം എന്താ നമ്മൾ തിരിച്ചറിയാത്തത്? ആ ഒരു മനോഹരമായ ബന്ധം എന്താണ് നമ്മൾ തിരിച്ചറിയാത്തത്? ആലോചിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളോട് സ്നേഹമല്ലാതെ മറ്റെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്നേഹമല്ലാതെ മറ്റെന്ത്? പ്രണയം നടിക്കുന്നവരാണ്, പ്രണയമുള്ളവരാണ്. ഇന്ന് ചെറുപ്പക്കാരികളൊക്കെ പ്രണയമില്ലാത്തവർ ആരാണുള്ളത്? നെഞ്ചത്ത് കൈവച്ച് പറ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന്, നെഞ്ചത്ത് കൈവച്ച് പറ എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരാ ഉള്ളത്? അഡിക്ഷന്റെ ലോകമാണിത്. ഇന്നല്ലാഹ തആല ലയഅജുബു മിനശ്ശാബ് ലൈസത് ലഹു സബ്വാ. ലവ് അഡിക്ഷൻ ഇല്ലാത്ത ചെറുപ്പക്കാരൻ നാളെ അല്ലാഹു കാണുമ്പോ അത്ഭുതത്തോടെയാണ് നിരീക്ഷിക്കുക എന്ന് തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അഡിക്ഷൻ ഇല്ലാത്ത, സബവത്തില്ലാത്ത ചെറുപ്പക്കാരെ കാണുമ്പോ മറ്റൊരു ഹദീസിലുള്ളത് ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹുക്ക് ഇഷ്ടമാ അഡിക്ഷൻ ഇല്ലാത്ത ചെറുപ്പക്കാരെന്നത്. ഇന്നത്തെ അഡിക്ഷൻ പ്രധാനപ്പെട്ടത് ലവ് അഡിക്ഷൻ എന്നാണ്. രണ്ടാമത്തത് ഇന്റർനെറ്റ് ആൻഡ് വീഡിയോ അഡിക്ഷൻ എന്നാണ്. മൂന്നാമത്തത് ഫുഡ് ആൻഡ് ഈറ്റിംഗ് അഡിക്ഷൻ എന്നാണ്. നാലാമത്തതോ ആൽക്കഹോൾ അഡിക്ഷൻ എന്നാണ്. അഞ്ചാമത്തത് പർച്ചേസ് അഡിക്ഷൻ എന്നാണ്. എത്രക്ക് അഡിക്ഷനുകളാണ്? ദ സോർട്സ് ഓഫ് അഡിക്ഷൻ അടിച്ചു നോക്ക് നമ്മുടെ നെറ്റുകളിൽ, ആവശ്യത്തിനൊന്ന് കയറ്. ലവ് അഡിക്ഷൻ ഇല്ലാത്ത ചെറുപ്പക്കാരാരാണുള്ളത്? അല്ലാഹുക്ക് ഇഷ്ടമില്ല മോനെ നിന്നെ. 2017 അഡിക്ഷൻ ബാധിക്കാത്ത ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് അല്ലാഹുക്ക് അത്ഭുതം തോന്നുന്നത്. ചിലപ്പോ പറയും ഇന്നത്തെ ആ ഒരു മേഖലയിലേക്ക്, ഇന്നത്തെ ഒരു വിവര സാങ്കേതിക വിദ്യയിലേക്ക് എത്താത്ത ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയും അല്ലടാ ഇതൊക്കെ 980 ഉണ്ടാവേണ്ടിയിരുന്നു, 21ാം നൂറ്റാണ്ടത്തെ ആളല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം തോന്നും. 2017 ഒരു ചെറുപ്പക്കാരൻ ലവ് അഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നന്മയുടേതാണ്. അതാ നമുക്ക് ആവശ്യം. ഇന്നല്ലാഹ ലയഅജുബു മിനശ്ശാബ് ലൈസത് ലഹു സബ്വാ. അഡിക്ഷൻ ഇല്ലാത്ത ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് അല്ലാഹുക്ക് പരിത്തിഷ്ടമുള്ളത്. കല്യാണത്തിന്റെ
കൂട്ടുകാർ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ SSLC-യിലെ കൂട്ടുകാര് ഡിഗ്രി കഴിഞ്ഞ് കല്യാണ പെണ്ണ് ഒരുങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് വിളിച്ചു വരുത്തിയ ആരാണ് മോളെ വരൻ, ആരാണ് കൂട്ടുകാരി വരൻ എന്ന് ചോദിച്ചപ്പോ വന്നിട്ട് പറയാം നിങ്ങൾ അവിടെ വരുന്നെന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോഴാ തിരിച്ചറിഞ്ഞത് അവൾ 10ാം ക്ലാസ് പഠിച്ച അതേ കലാലയത്തില് +2-ലുള്ള ചെറുപ്പക്കാരൻ. അവർക്കറിയാം ഇവനെ, ഈ ബന്ധുവും അവർക്കറിയാമായിരുന്നു. എത്രമാത്രം സീക്രട്ട്, എത്രമാത്രം പ്രൈവസിയാണ്, എത്രമാത്രം ഹൈഡ് ചെയ്യാനുള്ള ശ്രമമാണ്, ടാസ്കാണ് നീ എടുത്തത് എന്ന് അവർ മൂക്കത്ത് കൈവച്ച കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്. വല്ലാത്ത മോളെന്നെ 5 കൊല്ലം കൊണ്ടിടുന്നു ആരും അറിയാതെ. ഉമ്മറിഞ്ഞിരുന്നോ? ഉമ്മറിഞ്ഞില്ല. ഉപ്പറിഞ്ഞിരുന്നോ? ഉപ്പയറിഞ്ഞില്ല. ആരും അറിഞ്ഞിട്ടേ ഇല്ല. അവരെ പ്രണയം പൂത്തുലഞ്ഞിട്ട് കൂട്ടുകാരികൾ അറിഞ്ഞിട്ട് തന്നെ 5 വർഷമായി ഡിഗ്രി കഴിഞ്ഞു. ചില പ്രണയങ്ങളൊക്കെ കേൾക്കാം 10 കൊല്ലങ്ങളായിട്ട് എന്നോ തുടങ്ങിയ പ്രണയങ്ങൾ. അവരുടെ കല്യാണം വേറെ ആളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് പോലും അവനിൽ 5 കൊല്ലം താമസിച്ചിട്ട് 2 കുട്ടികൾ ഉണ്ടായിട്ട് പോലും വീണ്ടും ഒളിച്ചോടുന്ന രംഗങ്ങൾ മലബാറിന് അന്യമല്ല. ഓർക്കണേ, അങ്ങനെയുള്ള സഹോദരി സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ മനസ്സിലാക്കുന്നത് ഞാനാരാ മോന്, ഞാനാരാ മോള് ആരും അറിഞ്ഞില്ല എന്നാ. എന്തൊരു പവറാണ്. മോനെ മോളെ ആലോചിക്ക്, വാഫിയുടെ ശബ്ദം കേൾക്കുമ്പോ ഒന്ന് ആലോചിക്ക്. നിന്റെ പവർ ആയിരുന്നില്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ ഒരാളുടെയും അഭിമാനത്തിൽ കൈവെക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നാട്ടുകാർക്കിടയിൽ നീ വഷളാവുന്നത്. അല്ലാഹുക്ക് ഇഷ്ടമില്ല എന്ന് മാത്രമായിരുന്നില്ല, സഹകാരികളായ കൂട്ടുകാരോട് വരെ നാട്ടുകാരോട് വരെ പറഞ്ഞില്ലേ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഒരാളുടെയും അഭിമാനത്തിൽ കൈവെക്കാൻ പോകല്ലേ എന്ന്, നാവിനെ സംരക്ഷിക്കണമേ എന്ന്, അഭിമാനം കാത്തു സൂക്ഷിക്കണമേ എന്ന്. അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്നല്ല നിന്റെ കൂട്ടുകാരനോട് പോലും പറഞ്ഞത്. അവന്റെ പ്രണയത്തെ പുറത്തറിഞ്ഞിട്ട് വഷളാക്കരുതെന്ന് ഉപദേശിച്ചോ രഹസ്യമായിട്ട്. അള്ളാഹുവാ നിന്റെ പ്രണയത്തെ 10 കൊല്ലം കൊണ്ടുപോയത്. നീ അള്ളാഹുവിനെയാണ് സ്തുതിക്കേണ്ടിയിരുന്നത്. പ്രണയം നിലനിർത്താൻ സപ്പോർട്ട് ചെയ്യുകയല്ല, അള്ളാഹുവിനെയാ നീ സ്തുതിക്കേണ്ടത് ആദ്യം. പടച്ചവനെ, നിനക്ക് നിമിഷങ്ങളെ കൊണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തെ റിലീസാക്കാമായിരുന്നു നമ്മുടെ നാടുകളിൽ, ഉമ്മയുടെ അടുത്ത് ഉപ്പയുടെ അടുത്ത്. പക്ഷേ 10 കൊല്ലക്കാലം കൊണ്ടുപോവാൻ സാധ്യമായത് അള്ളാഹു അവന്റെ പ്രണയം നമ്മളോടുള്ള പ്രണയം കൊണ്ട് മാത്രമായിരുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കോടതിയിലാണ് ഒരു കളവ് കേസുമായിട്ട് ഒരാളെ കൊണ്ടുവന്നത്. ജഡ്ജി വിധിച്ചു അവരുടെ കൈ മുറിക്കാൻ വേണ്ടിയിട്ട്, വലത് കൈ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. കട്ടവന്റെ ശിക്ഷ അതായിരുന്നല്ലോ. കൈ മുറിക്കാൻ വേണ്ടിയ ഓർഡിനൻസ് വന്നു, അവിടുത്തെ നിർദ്ദേശങ്ങൾ വന്നു, ഹുക്കുമ വന്നു. ദയാഹർജി എന്നോണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടുക്കൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ സഹാബി പറഞ്ഞല്ലോ, അമീറുൽ മുഅ്മിനീനെ, ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അതിൽ തന്നെ ഞാൻ പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനെ വിളിച്ചത് യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, ഇന്നല്ലാഹ് ലാ യഹ്തികു ഫിത്രത അബ്ദി ഇല്ലാ ഇദാ അമില ബിഹാ മിറാറാ. പലതവണ ഒരു തെറ്റ് ആവർത്തിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെയും അഭിമാനത്തിൽ കൈവക്കില്ല. ആദ്യ തവണ ചെയ്തു എന്നല്ലേ നീ പറയുന്നത്? മുഹദ്ദിസീങ്ങൾ പറഞ്ഞു 3 തവണയെങ്കിലും ചെയ്യാതെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയെ, മതത്തിന് ട്രസ്പാസ് ചെയ്ത കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്തിട്ട് അവന്റെ അഭിമാനം തകർക്കുന്നേ ഇല്ല. ലാ യഅതികു ഫിത്രത അബ്ദി ഇല്ലാ ഇദാ അമില ബിഹാ മിറാറാ. പച്ചത്തെറ്റായ നിന്റെ പ്രണയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2, 3, 5 കൊല്ലക്കാലം മുന്നോട്ട്
കൊണ്ടുപോവാ നിനക്ക് പറ്റിയെങ്കിൽ അത് നിന്റെ ഹൈഡ് ചെയ്യാനുള്ള പവർ ആയിരുന്നില്ല. അള്ളാഹുവിന് നിന്നോടുള്ള ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ്. എന്നെങ്കിലും തിരിച്ചറിവുണ്ടായി അവനിലേക്ക് തൗബ ചെയ്യുമ്പോ അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. അത്തായിബ്, അത്ര ഇഷ്ടമാണ് തൗബ ചെയ്യുന്ന ആളുകളെ. ഞാൻ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്തതല്ല. അള്ളാഹു അങ്ങനെ നിലനിർത്തിയ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ പവർ കൊണ്ടായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ പ്രണയിക്കുന്നവർ കൂടുതലായിട്ട് നന്ദി ചെയ്യണം. അള്ളാഹുവിനോട് ആ ബന്ധം വിച്ഛേദിച്ച് ശുക്ർ ചെയ്യാനാ ശ്രമം നടത്തേണ്ടത്. കാരണം പ്രണയം അള്ളാഹുവിനോടാണ് വേണ്ടത്. അവനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടതും. ഓരോരുത്തരും താനിലേക്ക് തിരിച്ചു ചിന്തിക്കാൻ ആലോചിച്ചാൽ, തിരിച്ചു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ നമ്മൾ ചെയ്യുന്ന അമാലുകൾ ഒരു നിലക്കും സ്വർഗത്തിലേക്കെത്താൻ 7 അയലത്തെത്താൻ പോലും ആവശ്യമായ അളവിൽ നമ്മളാരും നന്മകൾ ചെയ്യുന്നേയില്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പടച്ചു വെച്ചത് എത്രയാണ്? 8 സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ചത്. നരകം 7 എണ്ണവും. നരകമല്ലേ നമ്മളൊക്കെ ആലോചിക്കുമ്പോ ഒരുപാട് വേണ്ടിയിരുന്നത്. 1 എണ്ണം അധികം അല്ലാഹു സൃഷ്ടിച്ചത് സ്വർഗമാണ്. എന്തുകൊണ്ട്? തന്റെ അടിമകളെ അത്രയും ഇഷ്ടമാണ്. അവർ സ്വർഗത്തിലെത്താനുള്ള അത്രയും താല്പര്യങ്ങളെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 8 സ്വർഗങ്ങളെ അവൻ തീരുമാനിച്ചത്. 8 സ്വർഗത്തെ ആലോചിക്കണേ. ഇന്നെങ്കിലും നമ്മളുടെ ചിന്തകളെ മാറ്റുക. അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ 1-ാം ആകാശത്ത് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ വേണ്ടി ഹത്താ തത്ലുൽ ഫജ്ർ, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് 300 റഹ്മത്തിന്റെ വാതിലുകൾ അവൻ തുറന്നു വെച്ച് ആര് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നുവോ അത് സ്വീകരിക്കാൻ നാളത്തെ രാവിലെ സ്പെഷ്യൽ കൗണ്ടർ തുറന്ന് അള്ളാഹു എങ്ങനെയാണ് മോനെ നിന്നോട് ദേഷ്യമുള്ളവനായിട്ട് മാറുന്നത്? അല്ലാഹ് നമ്മളോട് ഇഷ്ടമല്ലേ? ബോധ്യമായെങ്കിൽ ഉറക്കെ പറ ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയില്ലെങ്കിലൊന്നുമേ ഇല്ല, എല്ലാം എല്ലാം അള്ളയാണടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു 8 സ്വർഗം പടച്ചു വെച്ച് അവന്റെ അടിമകളെല്ലാം സ്വർഗത്തിലെത്തിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. നമ്മളൊക്കെ സ്വർഗത്തിലെത്തിക്കാനാണ്. ഷഹീദ് നസീറുദ്ദീന്റെ നാട്ടിൽ ഇതേ സബ്ജക്റ്റുമായി ഒരിക്കൽ ചെന്നപ്പോ, ഇതേ സബ്ജക്റ്റുമായി ഒരിക്കൽ പ്രഥമ ദിനം അള്ളാഹുവോടുള്ള പ്രണയവും 2-ാമത്തെ ദിവസം ഹബീബിനോടുള്ള പ്രണയവുമായിരുന്ന വിഷയം. 2-ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കാതെ ആതിരേന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് സംഘാടകരിൽ ഒരാൾ വന്ന് പറഞ്ഞത്, ഉസ്താദേ ഇന്ന് വയലിന് ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ട്. വയല് കഴിഞ്ഞ് ലേലത്തിന് മുമ്പ് അല്പസമയം ഇരുന്നപ്പോഴും പറഞ്ഞു, അതേ ഇരിക്കുന്ന ആ ഒരു ഫെൻസിന് മുകളിൽ, ചുറ്റുമതിലിന് മുകളിൽ ഇരിക്കുന്നവരൊക്കെ, ആ ടവ്വല് കെട്ടിയവരൊക്കെ ഇന്നലകളിൽ മതപ്രഭാഷണ വേദികളോട് അന്യമായി മാറി നിന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രണയമാണ്, അവൻ ആരെയും ഏറ്റെടുക്കുന്നുണ്ട്. എത്ര തിന്മ ചെയ്ത ആളുകളെയും 100 പേരെ കൊന്നവർക്ക് പോലും തൗബ കൊടുത്ത അല്ലാഹു. നമ്മൾ എന്താ ചെയ്യുക? നാട്ടിലൊരു പ്രശ്നങ്ങൾ അകപ്പെട്ടാൽ എല്ലാവരും ഒഴിവാക്കി, ഒരു വിലക്ക് പ്രഖ്യാപിച്ചു. കണ്ടാൽ മിണ്ടാതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റെടുക്കുന്നുണ്ട്. പന്തിന് പിന്നാലെ ഓടി നടന്നവർ, കഞ്ചാവ് വിറ്റ് നടന്നവർ, കള്ളു കുടിച്ചവർ, പെണ്ണ് പിടിച്ചവർ, മതകലാലയങ്ങളോട്, പള്ളിയോട്, മദ്രസയോട് ഒരു സ്നേഹവും അനുകമ്പയുമില്ലാത്ത, ആർദ്രത തൊട്ടു തീണ്ടാത്ത മനസ്സിന്റെ ഉടമകളായിരുന്ന ഒരുപാട് പേരെനിക്ക് കാണാൻ പറ്റിയ മതിലിന്റെ മുകളിൽ അള്ളാഹു ഞങ്ങളെയും ഏറ്റെടുക്കുന്നുണ്ടല്ലേ.
അങ്ങനെ വന്നതാണവര്. ഓർക്കണേ എന്റെ ചെറുപ്പക്കാർ, എന്റെ ഉമ്മമാർ, എന്റെ ചെറുപ്പക്കാരികൾ, അവൻ ഇഷ്ടമില്ലാത്ത വലൗ അഅജബക കസ്റത്തുൽ ഖബീസ് വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, ഇടത്തും വലത്തും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ശബ്ദങ്ങളിലൂടെ, വീഡിയോകളിലൂടെ, കാഴ്ചകളിലൂടെ, എക്സ്പീരിയൻസുകളിലൂടെ കൊക്കുരുമ്മി നടക്കാനും ബൈക്കിൽ പിന്നിലിരിക്കാനും ഹറാമായവർ ധാരാളം സുലഭമാകുന്ന ക്യാമ്പസുകളിലൂടെ നടന്നു നീങ്ങുന്ന ചെറുപ്പക്കാരടക്കം കേൾക്കണേ, അല്ലാഹു നിങ്ങളെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ്. തിരിച്ചു നടക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ, തിരിച്ചു നടക്കാൻ റെഡിയാണെങ്കിൽ. ഇമാമുന ഷാഫി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, 5 രാത്രികളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ റബ്ബ് റെഡിയാണ്. 2 രാത്രികൾ നാളെയാണ്. 1 വെള്ളിയാഴ്ച രാവ്, 2 ലൈലത്തുൽ ബറാ. 2 സംഗമിക്കുന്ന നാളത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് കൂടുതൽ സമയം ദുആ ചെയ്യാൻ വേണ്ടി അവസരം കണ്ടെത്തിയാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കും, അള്ളാഹു സ്വർഗം തരും. സ്വർഗത്തിലെത്താനുള്ള ക്രൈറ്റീരിയ, മാപ്പിനി എന്ന് പറയുന്നത് തിന്മയിൽ നിന്ന് റിസൈൻ ചെയ്യുക എന്നതാണ്. തിന്മയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ സാധ്യമാകുന്നത് അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കുക എന്നല്ലാതെ വേറെന്താണ്? ഡെയിലി 2 തവണകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യൽ കൗണ്ടറുകളെ തുറക്കുന്നത്. ഡെയിലി 2 തവണ. 1 സുബ്ഹിന്റെ നേരത്തെ, 2 മഗ്രിബിന്റെ നേരത്തെ. പകലിൽ ചെയ്ത തിന്മകളെ പൊറുപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൗണ്ടറുകളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട്. മഗ്രിബിന്റെ ഇശാ, മഗ്രിബിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടോ? മനസ്സ് വന്നിട്ടുണ്ടോ? 2017 മെയ് 10 പകലിൽ ഞാനും നിങ്ങളും ചെയ്തു പോയ കണ്ണിന്റെ തിന്മകളെ കുറിച്ച്, കാതിന്റെ തിന്മകളെ കുറിച്ച്, ചിന്തിച്ചു പോയ ആ ഒരു തിന്മയുടെ ശകലങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ ആരാ തയ്യാറായത്? രാത്രിയിൽ നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളെ ചോദിക്കാൻ, അതിന്റെ തൗബ ചോദിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, മനോഹരമായി സുബഹിന്റെ സമയത്ത് ഒന്നാൻ ആകാശത്ത് പടച്ചവൻ നിർമ്മിച്ചു വെച്ച, സംവിധാനിച്ചു വെച്ച സ്പെഷ്യൽ കൗണ്ടറുകളിലേക്ക് തിന്മയുടെ അപേക്ഷകളെ പൊറുപ്പിക്കുന്ന അപേക്ഷകളെ കൊടുക്കാൻ ഞാനും നിങ്ങളും റെഡിയായാൽ സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ തയ്യാറാണ്. ദോഷം പൊറുക്കാതെ സ്വർഗ്ഗമില്ല. ബിമന്നിഹി വഫളിലി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ താബൂ ഇലയ്യ ഫഅന ഹബീബ് വഇൻ ലം യതൂബൂ ഇലയ്യ ഫഅന തബീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്ന അനുഗ്രഹങ്ങളെ ഒരുപാട് സമയം തിന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാലും അല്ലാഹു അത് പിൻവലിക്കുന്നില്ല എന്ന് മാത്രമല്ല, 1 മിനിറ്റിൽ മനുഷ്യ ശരീരത്തിൽ മാത്രം അല്ലാഹു 3 കോടി നിഅമത്തുകളെയാ തരുന്നത്. ഒരൊറ്റ മിനിറ്റിൽ എന്റെ ഫിംഗേഴ്സുകളെ ഞാൻ ചലിപ്പിക്കുമ്പോ എത്ര ബെൻഡുകളാണ്, എത്ര കണുപ്പുകളാണ്, എത്ര സന്ധികളാണ് വളയുന്നത്. 1 മിനിറ്റ് ആയില്ല, 1 സെക്കൻഡിൽ ഞാനിത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 10-15ഓളം ബെൻഡുകളെ ചലിപ്പിക്കാൻ സാധിച്ചത്, 10-15ഓളം ജോയിന്റുകളെ ചലിപ്പിക്കാൻ സാധിച്ചത്. ഇതൊക്കെ അല്ലാഹു തരുന്ന നിഅമത്താണ്, അവന്റെ അനുഗ്രഹമാണ്, അവന്റെ റഹ്മത്താണ്. ശരീരത്തിലേക്കൊന്ന് ചേർത്ത് വായിക്ക്. 1 മിനിറ്റിൽ പണ്ഡിതന്മാർ ഏറ്റവും ചുരുങ്ങിയതാണ് 3 കോടി നിഅമത്തുകളെ തരുന്നു എന്ന് പറഞ്ഞത്. ഖൈരി ഇലൽ ഇബാദി നാസിൽ വശർറുഹും ഇലയ്യ സായിദ് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ. ഇതിലും വലിയ ഹദീസ് ഇന്ന് ഈ സദസ്സിൽ എനിക്ക് പറയാനില്ല. ഖൈരി, എന്റെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇലൽ ഇബാദ്, എന്റെ സൃഷ്ടികളിലേക്ക് ഞാൻ നാസിലുൻ, ബ്ലസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഇറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. 1440 മിനിറ്റ് ഡെയിലി നമ്മൾക്ക് മുമ്പിലൂടെ തീർന്നു പോകുമ്പോ 1440 × 3 കോടി നിഅമത്തുകളെയാണ് പൊന്നുമോനെ നിന്റെ ശരീരത്തിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. മോളെ 1440 തവണ അപ്ഡേറ്റ് ചെയ്യുന്നു നിന്റെ 3 കോടി നിഅമത്തുകളെ. എന്താണ് ആ അല്ലാഹു സ്നേഹമല്ലാതെ മറ്റെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാ നമ്മൾ ചിത്രീകരിക്കുക? 1440 ഒരു ദിവസം അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിയമത്തുകളിൽ, നമ്മുടെ ശരീരത്തിന് മാത്രം നൽകുന്ന നിയമത്തുകളിൽ, വശർറുഹും ഇലയ്യ സായിദ്, ആ നിയമത്തുകളെ നേരെ തിരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വശർറുഹും ഷർറിനാണ്.
അവൻ ഇഷ്ടമില്ലാത്തത് കാണാനാ കണ്ണുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് കേൾക്കാനാ കാതുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് പറയാനാ നാക്കുകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തത് ചിന്തിക്കാനാ മനസ്സിന് ഉപയോഗപ്പെടുത്തിയത്, അവൻ ഇഷ്ടമില്ലാത്തത് പിടിക്കാനാണ് കൈകൾ ഉപയോഗിച്ചത്, അവൻ ഇഷ്ടമില്ലാത്തിടത്തേക്ക് നടക്കാനാണ് കാലുകൾ ഉപയോഗപ്പെടുത്തിയത്. മൊത്തത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് പ്രദർശിപ്പിക്കാനാണ് എന്റെ കാമുകയോടൊന്നിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത്. മോളെ മോനെ ആലോചിക്ക്. ഫെയർവെൽ പാർട്ടിയുടെ സമയത്ത്, പിക്നിക്കിന്റെ സമയത്ത്, ആർട്സ് ഡേ സ്പോർട്സ് ഡേയുടെ സമയത്ത്, കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ സമയത്തൊക്കെ ചെന്ന് പോയിട്ട് നീ എടുക്കുന്ന സെൽഫിയില്ലേ അള്ളാഹു തന്ന 3 കോടിയെ ഒന്നിച്ചവൻ ഇഷ്ടമില്ലാത്തതിലേക്ക് പ്രൊജക്ട് ചെയ്യുകയല്ലേ, പോസ്റ്റ് ചെയ്യുകയല്ലേ ഞാനും നീയുമൊക്കെ ചെയ്യുന്നത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ, ലിഅൻ യുസാഹിമ അഹദുകും ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമാ ഖൈറുൽ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅതൻ ലാ തഹില്ലു ലാ. നിനക്ക് ഹറാമായവരോടൊന്നിച്ച്, മഹറമല്ല ഭാര്യയുമല്ലാത്തവരോടൊന്നിച്ച് നീ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മോനെ മോളെ ചീഞ്ഞു നാറുന്ന പന്നിയെ നീ ഒന്നിച്ചിരുന്ന് പന്നിയുടെ തോളത്ത് കൈവച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലാണെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിക്കുക. വഇല്ലം യതൂബു ഇലയ്യ ഫഅന തബീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിയമത്തുകളെ അവൻ ഇഷ്ടമില്ലാത്തിടത്ത് വിനിയോഗിക്കുന്നു. എന്താ സംഭവിക്കാൻ പോവാ? അവൻ ചെയ്ത നിയമത്തുകൾ അവന് പൊരുത്തമില്ലാത്തിടത്ത് ഉപയോഗിച്ചാൽ പിന്നെന്താ സ്വാഭാവികമായി നടക്കേണ്ടത്? പ്രകൃതിപരമായ നിയമം പിന്നെന്താണ്? കൊടുക്കുന്ന നിയമത്തുകളെ പിൻവലിക്കുക, അങ്ങനെയല്ലേ വേണ്ടത്? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, ഇനിയും എനിക്കിഷ്ടം എന്റെ അടിമകൾക്ക് നിയമത്തുകളെ കൊടുക്കാനാണ്. ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു എങ്ങനെയാണ് മോനെ മോളെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇഷ്ടമില്ലാത്തവരായി പോവാ, നരകത്തിന്റെ ആളായി പോവാ? അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, ഇനിയും ഞാൻ അവർക്ക് നിയമത്തുകളെ കൊടുക്കാൻ താല്പര്യമുള്ളവനാണ്, ഇഷ്ടമുള്ളവനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ അല്ലാഹ്. ബോധ്യമായെങ്കിൽ ഉറക്കെ പറ ലാ ഇലാഹ ഇല്ലല്ലാഹു. പാമ്പിനെ ഭയപ്പെട്ട പോലെ റബ്ബിനെ ഭയക്കല്ലടോ, ഉപ്പയെ പ്രിയം വെച്ച പോലെ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതവദ്ദദു ഇലൈഹിം ബിന്നിഅമാ, എനിക്കിഷ്ടം വീണ്ടും വീണ്ടും ആര് തെറ്റ് ചെയ്താലും, ആരെന്റെ നിയമത്തുകളെ നെവർ മൈൻഡ് ചെയ്താലും അവൻ ഇനിയും അനുഗ്രഹങ്ങളെ കൊടുക്കാനാണ് ഇഷ്ടം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഇൻ താബൂ ഇലയ്യ, മനുഷ്യർ തെറ്റ് ചെയ്യുമെന്നത് സ്വാഭാവികമാണ്, അവർ മൗസൂമീങ്ങളല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന ആളുകളോട് ഫഅന ഹബീബ്, ഞാൻ അവനോട് ഇന്റിമേറ്റ് ഫ്രണ്ട് പോലെ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തൗബ ചോദിച്ചാൽ അവന്റെ ക്ലോസ് ഫ്രണ്ട് പോലെ ഞാൻ അവനത് തൗബ സ്വീകരിക്കും, ഞാൻ അവന് നന്മ ചെയ്തു കൊടുക്കും. വഇല്ലം യതൂബു ഇലയ്യ, ഇനി ഒരാൾക്ക് കിബർ കൊണ്ട്, സമയമില്ലായ്മ കൊണ്ട്, സമയമില്ലാതെ ഓടുന്നവരാ നമ്മളൊക്കെ. മൈഷത്തിന് വേണ്ടി, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി തിരക്കനുഭവിക്കുന്നവരും അഭിനയിക്കുന്നവരുമാ നമ്മളൊക്കെ. വഇല്ലം യതൂബു ഇലയ്യ, അങ്ങനെ എന്നിലേക്ക് തൗബ ചെയ്യാൻ ആള് റെഡിയല്ലെങ്കിൽ, സ്വർഗത്ത് പോവണമെങ്കിൽ ദോഷം പൊറുപ്പിക്കണം, അതിന് തൗബയാ മാർഗം. തൗബ ഒരാൾ ചെയ്താൽ ഞാൻ സ്വീകരിക്കും. എത്ര വലിയ തെറ്റ് ചെയ്തവനും തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും, എന്നിലേക്ക് മടങ്ങിയാൽ ഞാൻ സ്വീകരിക്കും. വഇല്ലം യതൂബു, ഒരാളിന് തൗബ ചെയ്തില്ലെങ്കിലോ, തൗബ ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിന്റെ വാതിലടയൂലേ?
അള്ളാഹു പറയുന്നത് വാന തുബീബ്, ഞാൻ അവനോട് ഡോക്ടറെ പോലെയാണ് ഞാൻ അവനോട് പെരുമാറുക എന്ന്. എന്താണ് ഡോക്ടറുടെ ധർമ്മം? ഡോക്ടർ സമുദായത്തിൽ നിർവഹിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഡോക്ടർമാർ അവര് പഠിച്ച ആ ഒരു വൈദ്യശാസ്ത്ര പുസ്തകങ്ങൾക്കനുസരിച്ച് പ്രൊഫസർമാർ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് പനി ബാധിച്ച് ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ ഒരു 350 ഡോസുള്ള ഒരു പാരാസിറ്റാമോൾ എഴുതി കൊടുക്കാം ഡോക്ടർ. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ മാറിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും അതേ ആതുരാലയത്തിലെത്തിയാൽ വീണ്ടും ഡോക്ടർ പറയുന്നു ഇത് തന്നെ മതി, ഡോസ് അല്പം കൂട്ടിക്കളയാം 500. 3-ാം തവണ ചെന്നപ്പോഴും എഴുതി കൊടുത്തു 600 ഡോസുള്ള പാരാസിറ്റാമോൾ ഗുളിക തന്നെയാ കൊടുത്തത്. പിന്നെ ആ ഡോക്ടർ പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ രക്തവും മറ്റുമൊക്കെ. ഓർക്കണേ എന്റെ ചെറുപ്പക്കാർ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയാണ്. തൗബ എന്ന് പറയുന്ന മാപ്പിനെയാണ്, തൗബ എന്ന് പറയുന്ന ഓർഡറാണ് അവൻ പാപമോചനത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അത് ചെയ്യാത്തവന് പിന്നെ ഡോക്ടർ 350 ഡോസിൽ നിന്ന് 500ലേക്ക് ഉയർത്തിക്കൊടുത്ത പോലെ സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സ്വീകരിക്കുന്നത്. അതാണ് രോഗം, അതാണ് സാമ്പത്തിക നഷ്ടം, അതാണ് മറ്റു പ്രയാസങ്ങളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം തരുമ്പോൾ നമ്മൾ ബേജാറാവേണ്ടതില്ല. നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രണ്ടാമത്തെ മാർഗമാണത്. ഇബ്തലീഹിം ബിൽ മസായിബ് ലിയുതഹിറഹും ബിൽ മാഇബ്. ചെറുപ്പക്കാരോർക്കണേ, സാമ്പത്തിക ക്രൈസിസുകൾ വന്നല്ലോ, എക്കണോമിക്കൽ ക്രൈസിസ് 3 മാസങ്ങൾക്ക് മുമ്പേ. ആലോചിക്കുക, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പടച്ചവനിലേക്ക് തിരിച്ച് ഒരു 10 മിനിറ്റെങ്കിലും രാത്രിയുടെ അന്ത്യായാമങ്ങളിലോ മക്തൂബത്തായ നിസ്കാരങ്ങൾക്ക് ശേഷമോ മറ്റാളയിഞ്ഞ സമയങ്ങളോ ദുആ ചെയ്യാൻ ആരാ സമയം കണ്ടെത്തിയത്? പിന്നെങ്ങനെയാ നമ്മൾ സ്വർഗത്തിൽ പോവാ? ഞാനും നിങ്ങളും മൗസൂമീങ്ങളല്ലല്ലോ. സെക്കൻഡുകളിൽ തിന്മ ചിന്തിക്കുന്നവരാണ്, മിനിറ്റുകളിൽ തിന്മ കാണുന്നവരാണ്, വർഷങ്ങളിൽ ഒരുപാട് വലിയ വലിയ എമൗണ്ട് തിന്മയുടെ പാപഭാരം നമ്മുടെ കർമ്മപുസ്തകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. എങ്ങനെയാ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെടുന്നത്? കിബർ കൊണ്ട് റബ്ബിലേക്ക് കൈയുയർത്താൻ മടിയുള്ളവർ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന രോഗങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ഇത് നമ്മൾ സ്വർഗത്തിലെത്താൻ സ്നേഹത്തിന്റെ ദാതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൗബ ചെയ്തില്ലെങ്കിലും, ഞാൻ പറഞ്ഞ ശരീഅത്തിന്റെ വളപ്പിൽ അവൻ നിന്നില്ലെങ്കിലും അവൻ സ്വർഗത്തിലെത്തണമെന്ന ആഗ്രഹം കൊണ്ട് അല്ലാഹു തരുന്നതാണ്. ലിയുതഹിറഹും ബിൽ മാഇബ്. ഒരുപാട് അയബുകളെ, പോരായ്മകളെ കഴുകിക്കളയാൻ തരുന്ന രോഗമാണ്. കളയാൻ വേണ്ടി തരുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിവുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ആരാണ് അല്ലാഹു? എങ്ങനെയെങ്കിലും നമ്മൾ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നന്മ ചെയ്യാ, അവനിലേക്ക് തിരിച്ചു നടക്കുക. ഇന്നത്തെ രാത്രിയിൽ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ, നമ്മുടെ വാട്സപ്പിൻ്റെതായാലും നമ്മുടെ ഫേസ്ബുക്കിൻ്റെതായാലും അക്കൗണ്ടുകളിൽ അല്ലാഹു കൂട്ടുകൂടാൻ പാടില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ അക്കൗണ്ടുകളിൽ ഫ്രണ്ടുകളായി നിലകൊള്ളുന്നുവെങ്കിൽ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ. സ്നേഹനിധിയായ അല്ലാഹു തയ്യാർ ചെയ്ത സ്വർഗാരാമത്തിൽ 2 ലഭ്യമാവാൻ ഇന്നത്തെ രാത്രി പോയി കിടന്നുറങ്ങുമ്പോ നിന്റെ അക്കൗണ്ട് എടുത്തിട്ട് ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിച്ച് അൺഫ്രണ്ട് ചെയ്യാനോ പോക്ക് ചെയ്യാനോ അന്ന് ശ്രമം നടത്തിയാൽ ചെറുപ്പക്കാരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്രയും ഇഷ്ടമാ അല്ലാഹുക്ക് നമ്മളോട്. ചെറുപ്പത്തിലെ നമ്മളൊക്കെ പഠിച്ചു പോയത്, 1-ാം ക്ലാസ്സിലെ പഠിച്ചു പോയത് ഇസ്ലാം കാര്യങ്ങളാണ്. എന്താണ് ഇസ്ലാം കാര്യം എന്ന് പറയുന്നത്? 5 എണ്ണമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭം എന്ന് പറയുന്ന ആ 5 അതിന്റെ ബേസ് ഉള്ളത്. ആ ഇസ്ലാം കാര്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഒരാളെ എങ്ങനെയാ പ്രണയിക്കേണ്ടതെന്ന്, ആ പ്രണയത്തിന്റെ സ്റ്റെപ്പുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിലെ തൂണുകളാക്കിയത്.